ഈ ചാനലിൽ കൂടെ കേറ്ററ്റ്, സീറ്ററ്റ് അതുപോലെ തന്നെ PSC പരീക്ഷകളുടെ എല്ലാവിധമായ നോട്ടും സിലബസ് അനുസരിച്ച് അപ് ടു ഡേറ്റ് ആയിട്ട് അത് ഒരു വീഡിയോയ്ക്ക് കണ്ടിന്യൂഷനാണ് അടുത്ത വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും പ്ലേലിസ്റ്റിലെ ഓരോ വീഡിയോസും കണ്ട് വേണം പഠിക്കാൻ. അത് കണ്ടിന്യൂഷനാണ്, അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് ആണ്. വീണ്ടും ക്ലാസ്സുകൾ ഓരോ പോർഷൻസ് കവർ ചെയ്യുന്നതനുസരിച്ച് ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ക്ലാസ്സും ശ്രദ്ധാപൂർവം കേട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാവിധമായ നോട്ടുമാണ് നിങ്ങൾക്ക് കിട്ടുന്ന. ഓരോ സബ്ജക്ട്സ് വൈസ് നോട്ടുകളും വീഡിയോ ക്ലാസ്സസും അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓരോന്നും നല്ല ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഫൈക്കോമൈസെറ്റ്സിന്റെ എക്സ്പ്ലനേഷൻ. ഫൈക്കോമൈസെറ്റ്സ് ഫംഗി found in aquatic habitats and on decaying food in moist and damp places or as obligate parasites on plants. Aquatic habitats-ലും അതുപോലെ തന്നെ മോയിസ്റ്റും ഡാം പ്ലേസസിലും ഡീക്കേയിങ് വുഡിലും ചില പ്ലാന്റ്സിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സുമായിട്ടാണ് ഫൈക്കോമൈസെറ്റ്സ് കാണപ്പെടുന്നത്. മൈസീലിയം ഈസ് അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്. മൈസീലിയം എന്ന് പറഞ്ഞാൽ ഫംഗസിന്റെ ബോഡിയെ പറയുന്നതാണ്. മൈസീലിയം അസെപ്റ്റേറ്റ് ആണ്. അസെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് ക്രോസ് വാൾസ്. ആൻഡ് സീനോസൈറ്റിക് എന്ന് പറഞ്ഞാൽ ഫംഗസ് മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള കണ്ടീഷനെ പറയുന്ന പേരാണ് സീനോസൈറ്റിക്. ഫൈക്കോമൈസെറ്റ്സിൽ അസോഷ്യൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് മോട്ടൈൽ സൂപ്പോർസ്. മോട്ടൈൽ ആണെങ്കിൽ സൂപ്പോസിലും നോൺ മോട്ടൈൽ ആണെങ്കിൽ അപ്ലാനോസ്പോർസിലും അസോഷ്യൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. Motile zoospores or by non-motile aplanospores. These spores are endogenously produced in sporangium. ഈ സ്പോർസ് എല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തോത്തിലാണ്? സ്പൊറാഞ്ചിയത്തിലാണ്. സൈഗോസ്പോർസ് ആർ ഫോംഡ് ബൈ ഫ്യൂഷൻ ഓഫ് ടു ഗാമെറ്റ്സ്. രണ്ട് ഗാമേറ്റുകളുടെ ഫ്യൂഷൻ കാരണമാണ് സൈഗോസ്പോർസ് ഫോം ചെയ്യുന്നത്. ഗാമേറ്റ്സ് ആർ സിമിലർ ഇൻ മോർഫോളജി. ഗാമേറ്റ്സിന്റെ മോർഫോളജി സിമിലർ ആണെങ്കിൽ അതിനെ പറയുന്നതാണ് ഐസോഗ്യാമസ്. ഗാമേറ്റ്സ് മോർഫോളജിയിൽ സിമിലർ ആണെങ്കിൽ ഐസോഗ്യാമസ് എന്ന് പറയും. ഡിസിമിലർ ആണെങ്കിൽ അനൈസോഗ്യാമസ് ഓർ ഊഗ്യാമസ് എന്ന് പറയും. ഗാമേറ്റ്സ് മോർഫോളജിയിൽ സിമിലർ ആണെങ്കിൽ ഐസോഗ്യാമസ്, ഡിസിമിലർ ആണെങ്കിൽ അനൈസോഗ്യാമസ് ഓർ ഊഗ്യാമസ്. എക്സാമ്പിൾ ആണ് റൈസോപ്പസ്. റൈസോപ്പസ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് മോൾഡ് ആണ്. മ്യൂക്കർ അതിനൊരു എക്സാമ്പിൾ ആണ്. മസ്റ്റാർഡിലെ പാരസൈറ്റിക് ഫംഗസ് ആണ് ആൽബിക്കോ. ആൽബിക്കോ എന്ന് പറഞ്ഞാൽ ഒരു ഫൈഗോമൈസിറ്റ്സ് ആണ്, പക്ഷേ മസ്റ്റാർഡിലെ പാരസൈറ്റ് ഫംഗസ് ആണ് ആൽബിക്കോ. ഫൈഗോമൈസിറ്റ്സ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഹാബിറ്റാറ്റ്സിലും കാണപ്പെടുന്നു. മോയിസ്റ്റ് ആൻഡ് ഡാം പ്ലേസസിൽ ഡീക്കേയിങ് വുഡിൽ കാണപ്പെടും, അല്ലെങ്കിൽ പ്ലാന്റ്സിലെ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിട്ട് കാണപ്പെടും. ഫംഗസിന്റെ ബോഡിയെ പറയുന്ന പേരാണ് മൈസീലിയം. ഫൈഗോമൈസിറ്റ് മൈസീലിയം എന്ന് പറഞ്ഞാൽ അസെപ്റ്റേറ്റ് ആണ്. അസെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ക്രോസ് വാൾസ്. സോറി, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത് സെപ്റ്റേറ്റ് എന്നാണെന്ന് തോന്നുന്നു. അത് വിത്ത് ക്രോസ് വാൾസ് അല്ല. സെപ്റ്റേറ്റ് ആകുമ്പോൾ വിത്ത് ക്രോസ് വാൾസ് ആണ്. മൈസീലിയം എന്ന് പറഞ്ഞാൽ അസെപ്റ്റേറ്റ് ആണ്, വിത്തൗട്ട് ക്രോസ് വാൾസ് ആണ്. ആൻഡ് സീനോസൈറ്റിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മൾട്ടിന്യൂക്ലിയേറ്റ് ഫംഗൈ പറയുന്നതാണ്. മൾട്ടിന്യൂക്ലിയേറ്റ് കണ്ടീഷനെ പറയുന്ന ഫംഗസിലെ മൾട്ടിന്യൂക്ലിയേറ്റ് കണ്ടീഷനെ പറയുന്നതാണ് സീനോസൈറ്റ്. ഫൈഗോമൈസിറ്റ്സിൽ അസോഷ്യൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് മോട്ടൈൽ സൂപ്പോസിലും നോൺ മോട്ടൈൽ അപ്ലാനോസ്പോർസിലുമാണ്. ഈ സ്പോർസ് എല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? സ്പൊറാഞ്ചിയത്തിലാണ്. രണ്ട് ഗാമേറ്റ്സിന്റെ ഫ്യൂഷൻ കാരണം ഫോം ചെയ്യുന്നതാണ് സൈഗോസ്പോർസ്. ഗാമേറ്റ്സ് മോർഫോളജി സിമിലർ ആണെങ്കിൽ ഐസോഗ്യാമസ്. ഐസോ മീൻസ് സെയിം, സിമിലർ, ഐസോഗ്യാമസ് എന്നും. ഡിസിമിലർ ആണെങ്കിൽ അനൈസോഗ്യാമസ് ഓർ യൂഗ്യാമസ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ റൈസോപ്പസ്. ബ്രെഡ് മൗൾഡ് ആണ് റൈസോപ്പസ്. മ്യൂക്കർ ആൻഡ് അനദർ ഫൈഗോമൈസ്. നമ്മൾ പറഞ്ഞു ഫൈഗോമൈസിറ്റ്സിൽ ഒബ്ലിഗേറ്റ് പ്ലാന്റ്സിലെ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് കാണപ്പെടുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് ആൽബിക്കോ. ആൽബിക്കോ എന്ന് പറഞ്ഞാൽ മസ്റ്റാർഡിലെ പാരസൈറ്റ് ഫംഗസ് ആണ്. കിങ്ഡം ഫംഗയിലെ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ആസ്കോമൈസിറ്റ്. ആസ്കോമൈറ്റ്സിനെ കോമൺ ആയിട്ട് പറയുന്നത് സാക് ഫംഗൈ എന്നാണ്. സാക് ഫംഗൈ ആണ് ആസ്കോമൈസിറ്റ്. ദേ ആർ യൂണിസെല്ലാർ
or multicellular. Ascomyces unicellular ആവാം multicellular ആവാം. Yeast or Saccharomyces is a unicellular ascomyte. Unicellular ascomateന് എക്സാമ്പിൾ ആണ് yeast or Saccharomyces. The mycelium is well developed and highly branched. Mycelium എന്ന് പറഞ്ഞാൽ well developed ആണ് highly branched ആണ്. The hyphae are septate. Hyphae septate ആണ് with cross walls and each cell may be nucleate, uninucleate or multinucleate. ഓരോ സെല്ലും യൂണിന്യൂക്ലിയേറ്റും ആവാം മൾട്ടിന്യൂക്ലിയേറ്റും ആവാം. ആസ്കോമൈറ്റ്സിന്റെ അസോഷ്യൽ സ്പോർ ആണ് കൊണീഡിയ. They are produced exogenously on the special mycelium. സ്പെഷ്യൽ മൈസീലിയത്തിലെ എക്സോജീനസ് ആയിട്ടാണ് കൊണീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ കൊണീഡിയോസ്പോർസ് എന്ന് പറയും. കൊണീഡിയ ആണ് ആസ്കോമൈസിന്റെ അസോഷ്യൽ സ്പോർ. ഇത് സ്പെഷ്യൽ മൈസീലിയത്തിൽ എക്സോജീനസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ കൊണീഡിയോഫോർസ് എന്ന് പറയും. കൊണീഡിയ ജെർമിനേറ്റ് ചെയ്താണ് പുതിയ മൈസീലിയം ഫോം ചെയ്യുന്നത്. സെക്ഷൽ സ്പോർസ് ആണ് ആസ്കോസ്പോർസ്. ഇറ്റ് പ്രൊഡ്യൂസ് എൻഡോജീനിയസ്ലി ഇൻ സാക്ക് ലൈക്ക് ആസേ. സാക്ക് പോലിരിക്കുന്ന അസേയിലാണ് ഇത് എൻഡോജീനിയസ് ആയിട്ട് ആസ്കോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ആസി ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡി. പല ടൈപ്പ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡീസിലാണ് ഈ ആസി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെ ആസ്കോകാപ്സ് എന്ന് പറയും. ആസ്കോമൈസിന്റെ സെക്ഷൽ സ്പോർസിനെ പറയുന്നതാണ് ആസ്കോസ്പോർസ്. ഇത് സാക്ക് ലൈക്കുള്ള ആസിയിൽ എൻഡോജീനിയസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഈ ആസി ഫ്രൂട്ടിംഗ് ബോഡീസിലെ ഡിഫറെന്റ് ഫ്രൂട്ടിംഗ് ബോഡീസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ആസ്കോകാപ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ആസ്പെർജിലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ. ഇതെല്ലാം തന്നെ ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആസ്പെർജിലസ്, ക്ലാവിസെപ്സ് ആൻഡ് ഓർ ന്യൂറോസ്പോറ. ആസ്പെർജിലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ ഇതെല്ലാം തന്നെ ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക് എക്സ്പെരിമെന്റ്സിനാണ് ഉപയോഗിക്കുന്നത്. ആസ്കോമൈസിന്റെ ഒരു എക്സാമ്പിൾ ആണ് പെനിസിലിയം. അതുപോലെ തന്നെ ഈസ്റ്റ് ഓർ സക്കാറോമൈസിസ്. ആസ്കോമൈസിസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് സാക് ഫംഗി ആണ്. യൂണിസെല്ലാർ, മൾട്ടിസെല്ലാർ ആവാം. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലാർ ആസ്കോമൈസിറ്റ് ആണ്. മൈസീലിയം വെൽ ഡെവലപ്ഡ് ആൻഡ് ഹൈലി ബ്രാഞ്ച്ഡ് ആണ്. ഹൈഫെ സെപ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ ഓരോ സെല്ലും യൂണിന്യൂക്ലിയേറ്റ് ഓർ മൾട്ടിന്യൂക്ലിയേറ്റ് ആവാം. അസോഷ്യൽ സ്പോർ ആണ് കൊണീഡിയ സ്പെഷ്യൽ മൈസീലിയത്തിലെ എക്സോജീനസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ കൊണീഡിയോസ്പോർസ് എന്ന് പറയുന്നു. കൊണീഡിയ ജെർമിനേറ്റ് ചെയ്താണ് ന്യൂ മൈസീലിയം ഫോം ചെയ്യുന്നത്. സെക്ഷൽ സ്പോർസ് ആണ് ആസ്കോസ്പോർസ്. സാക്ക് ലൈക്ക് അസി ആയിട്ടാണ് എൻഡോജീനസ് ആയിട്ടാണ് ആസ്കോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആസ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡീസിൽ അറേഞ്ച് ചെയ്യുന്നതിനെ ആസ്കോകാപ്സ് എന്ന് പറയുന്നു. എക്സാമ്പിൾസ് ആസ്പെർജിലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ. ഇതൊക്കെ ന്യൂറോസ്പോറ യൂസ്ഡ് ഇൻ ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക്കൽ എക്സ്പെരിമെന്റ്സിന് ഉപയോഗിക്കുന്നുണ്ട്. പെനിസിലിയം ആൻഡ് ഈസ്റ്റ് ഇതൊക്കെയാണ് ആസ്കോമൈസിസിന്റെ എക്സാമ്പിൾ. തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് ബെസിഡിയോമൈസിറ്റ്. ബെസിഡിയോമൈസിറ്റിലാണ് മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫംഗൈ ആൻഡ് പഫ്സ് ബാൾസ് ഒക്കെ വരുന്നത്. മഷ്റൂമും ബ്രാക്കറ്റ് ഫംഗൈ, പഫ് ബാൾസും ഒക്കെ വരുന്നത് ബെസിഡിയോമൈസിറ്റിലാണ്. ദേ ഇൻഹാബിറ്റ് സോയിൽ, ലോക്സ് ആൻഡ് സ്റ്റെംസ്. ഇത് ഇൻഹാബിറ്റ് ചെയ്യുന്നത് സോയിലും ലോക്സിലും തടി കഷ്ണങ്ങളിലും ട്രീ സ്റ്റെംസിലും ഒക്കെയാണ്. നമുക്കൊക്കെ അറിയാം മഷ്റൂംസ് ഒക്കെ എവിടെയാണ് കാണപ്പെടുന്നത്. പാരസൈറ്റിക് ഫോംസ് ആണ് റസ്റ്റ് പാരസൈറ്റിക് ഫോം ആണ് ബെസിഡിയോമൈസിന്റെ. ആൻഡ് സ്മുട്സ് ഇൻ ലിവിംഗ് പ്ലാന്റ്സ്. പാരസൈറ്റിക് ഫോംസ് ആയിട്ടുള്ള റസ്റ്റും സ്മുട്സും ലിവിംഗ് പ്ലാന്റ്സിലും കാണപ്പെടും. മൈസീലിയം എന്ന് പറയുന്നത് ബ്രാഞ്ചഡ് ആണ്, അതുപോലെ തന്നെ സെപ്റ്റേറ്റ് ആണ്. ബെസിഡിയോമൈസിലെ അസോഷ്യൽ സ്പോർസ് ഇല്ല. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ഫ്യൂഷൻ ഓഫ് ടു വെജിറ്റേറ്റീവ് ഓർ സൊമാറ്റിക് സെൽ ഓഫ് ഡിഫറെന്റ് ജീൻ. പല ട്രെയിൻസിലെ രണ്ട് വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസ് ഫ്യൂസ് ചെയ്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. രണ്ട് ഡിഫറെന്റ് സ്ട്രെയിൻസിലെ രണ്ട് വെജിറ്റേറ്റീവ് ഓർ സൊമാറ്റിക് സെൽസ് ഫ്യൂസ് ചെയ്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സെക്സ് ഓർഗൻസ് ബെസിഡിയോമൈറ്റ്സിലെ ആബ്സെന്റ് ആണ്. ഈ സൊമാറ്റിക് സെൽസിന്റെ ഫ്യൂഷൻ റിസൾട്ട് ചെയ്യുന്ന ഡൈകാരിയോണാണ്. നമ്മൾ പറഞ്ഞു ഡൈകാരിയോൺ എന്ന് പറയുന്ന സ്റ്റേജ് കാരിയോഗമിയിലാണ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണപ്പെടുന്നതിനെയാണ് ഡൈകാരിയോൺ എന്ന്. അപ്പൊ സൊമാറ്റിക് സെല്ല് ഫ്യൂസ് ചെയ്ത് ഡൈകാരിയോണിന് കാരണം which ultimately give rise to a club shaped structure. ഈ സൊമാറ്റിക് സെല്ല് ഫ്യൂസ് ചെയ്ത് ഡൈകാരിയോൺ എന്ത് ചെയ്യും? ക്ലബ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെയാണ് ആ ക്ലബ് ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് ബെസീഡിയം എന്ന് പറയുന്നത്. ബെസീഡിയത്തിൽ കാരിയോഗമി മിയോസിസും ഒക്കർ ചെയ്തുകൊണ്ട് അതിന്റെ ഫലമായിട്ട്
4 ബെസിഡോസ്പോർസ് ആണ് ഉണ്ടാവുന്നത്. ബെസിഡോമൈറ്റ്സിൽ കാരിയോഗമി മിയോസിസും നടന്ന് 4 ബെസിഡോസ്പോർസ് ആണ് ഫോം ചെയ്യുന്നത്. ബെസിഡോസ്പോർസ് എക്സോജീനായിട്ട് ബെസീഡിയത്തിലാണ് ഫോം ചെയ്യുന്നത്. ബെസീഡിയം എന്ന് പറഞ്ഞാൽ ക്ലബ് ഷേപ്ഡ് സ്ട്രക്ചർ, മഷ്റൂമിന്റെ ഒക്കെ ക്ലബ് ഷേപ്ഡ് സ്ട്രക്ചർ കണ്ടിട്ടില്ലേ. അപ്പം ബെസിഡോസ്പോർസ് എക്സോജീനസ് ആയിട്ടാണ് ബെസീഡിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബെസീഡിയ ഫ്രൂട്ടിംഗ് ബോഡിയായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെ ബെസിഡോകാർ എന്ന് പറയും. നമ്മൾ ആസ്കോമൈറ്റ്സിൽ പറഞ്ഞു ആസ്കോകാർ, ബെസിഡോമൈറ്റ്സിൽ വരുമ്പോൾ ബെസിഡിയോകാർ. അപ്പൊ അങ്ങനെ ഡിഫറൻഷിയേറ്റ് പഠിക്കണം. എക്സാമ്പിൾ അഗാരിക്കസ്. അഗാരിക്കസ് ആണ് മഷ്റൂം. നെക്സ്റ്റ് വൺ ഇസ്റ്റിലഗോ, സ്മ്യൂട്ട് ആണ് ഇസ്റ്റിലഗോ. നെക്സ്റ്റ് വൺ പക്സീനിയ, റസ്റ്റ് ഫംഗസ് ആണ് പക്സീനിയ. നെക്സ്റ്റ് ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ആണ് ഡ്യൂട്രോമൈസെറ്റ്സ്. ഡ്യൂട്രോമൈസെറ്റ്സിനെ ഇംപെർഫെക്റ്റ് ഫംഗി എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം അസോഷ്യൽ വെയിറ്റേറ്റീവ് ഫേസസ് നോൺ ആണ്, അതുകൊണ്ട് തന്നെ അതിനെ imperfect fungi എന്നാണ് പറയുന്നത്. When sexual or perfect stage of the members of Deuteromites is discovered, they will be placed in ascomites or basidomites. Deuteromites-ന്റെ sexual stage discover ചെയ്ത അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ആസ്കോമൈറ്റ്സിലോ ബെസിഡോമൈറ്റ്സിലോ ആയിരിക്കും അതിന്റെ സെക്ഷൽ സ്റ്റേജ്. ഡ്യൂട്രോമൈറ്റ്സ് റീപ്രൊഡ്യൂസ് ഓൺലി ബൈ അസെക്ഷൽ പോർ. അസെക്ഷൽ പോർസ് വഴി മാത്രമായിരിക്കും ഡ്യൂട്രോമൈറ്റ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് കൊണീഡിയ. അസെക്ഷൽ സ്പോർ ആണ് ഡ്യൂട്രോമൈറ്റ്സിലെ കൊണീഡിയ. മൈസീലിയം സെപ്റ്റേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ബ്രാഞ്ചഡ് ആയിരിക്കും. ഡ്യൂട്രോമൈറ്റ്സിലെ ലാർജ് നമ്പറും ഡീകമ്പോസ് ഓഫ് ലിറ്റർ ആൻഡ് ദേ ഹെൽപ്പ് ഇൻ മിനറൽ റീസൈക്ലിംഗ്. ലിറ്ററിന്റെ ഡീകമ്പോസിറ്റ് ആയിട്ടായിരിക്കും ലാർജ് നമ്പറും കാണപ്പെടുന്നത്. ഇത് റീസൈക്കിളിന് ഹെൽപ്പ് ചെയ്യുന്നു. സം ആർ സാപ്രോഫൈറ്റ്സ് ഓർ പാരസൈറ്റ്സ്. ചിലത് സാപ്രോഫൈറ്റ്സ് ആയിരിക്കാം, പാരസൈറ്റ്സ് ആയിരിക്കാം. എക്സാമ്പിൾ അൾട്ടർനേറിയ, കൊളക്ട്രോട്രൈക്കം ആൻഡ് ട്രൈക്കോഡെർമ. അൾട്ടർനേറിയ, കൊളക്ട്രോട്രൈക്കം, ട്രൈക്കോഡെർമ ഇതൊക്കെയാണ് ഡ്യൂട്രോമൈറ്റ്സിന്റെ എക്സാമ്പിൾ. ഡ്യൂട്രോമൈറ്റ്സിനെ ഇംപെർഫെക്റ്റ് ഫംഗി എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം ഒന്നെങ്കിൽ അസോഷ്യൽ അല്ലെങ്കിൽ വെയിറ്റേറ്റീവ് ഫേസസ് ആണ് നോൺ ആയിട്ടുള്ളത്. സെക്ഷൽ ഓർ പെർഫെക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസ്കവേർഡ് ചെയ്തിട്ട് ദേ വിൽ ബി പ്ലേസ്ഡ്. അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ആസ്കോമൈറ്റ്സിലോ ബെസിഡോമൈറ്റ്സിലോ ആയിരിക്കും. അസോഷ്യൽ പോസ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ കൊണീഡിയ എന്ന് പറയുന്നു. മൈസീലിയം സെപ്റ്റേറ്റ് ബ്രാഞ്ചഡ് ആയിരിക്കും. ഡ്യൂട്രോമൈറ്റ്സിലെ ലാർജ് നമ്പറും ഡീകമ്പോസസ് ആയിരിക്കും ലിറ്ററിന്റെ. അത് മിനറൽ സൈക്കിളിന് ഹെൽപ്പ് ചെയ്യുന്നു. സം ഓഫ് ദം ആർ സാപ്രോഫൈറ്റ്സ് ഓർ പാരസൈറ്റ്. എക്സാമ്പിൾ ആണ് അൾട്ടർനേറിയ, കൊളക്ട്രോട്രൈക്കം, ട്രൈക്കോഡെർമ ഒക്കെ. അടുത്ത കിങ്ഡം ആണ് കിങ്ഡം പ്ലാന്റേ. Kingdom Plantae organisms are multicellular chlorophyll containing autotrophic organism. Multicellular ആയിട്ടുള്ള chlorophyll contain ചെയ്ത autotrophic organism ആണ് Kingdom Plantae വരുന്നത്. Autotrophic പറഞ്ഞാൽ they make their own food. They are eukaryotes. Kingdom Plantae organisms എല്ലാം തന്നെ eukaryotes ആണ്. They have a cell membrane bound organelles including nucleus. Cell wall എന്ന് പറഞ്ഞ cellulose cell wall ആണ്. cellulose കൊണ്ട് മേഡ് ചെയ്ത cell wall ആണ് കിങ്ഡം പ്ലാന്റേ വരുന്നത്. സൈറ്റോപ്ലാസത്തിൽ സെൽസിന് ലാർജ് വാക്യൂൾ പ്രസന്റ് ആയിരിക്കും. കിങ്ഡം പ്ലാന്റേ ഓർഗാനിസം ആർ immobile. ലോക്കോമോഷൻ സാധ്യമല്ല. മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആർ ഫോട്ടോസിന്തറ്റിക്. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ they prepare their own food in presence of sunlight. A few members are partially heterotrophic such as insectivorous plants. ചില മെമ്പേഴ്സ് പാർഷ്യൽ ആയിട്ട് ഹെറ്ററോട്രോഫിക് ആയിരിക്കും മറ്റുള്ള ഇതിനു വേണ്ടി. അങ്ങനെയുള്ള ഇൻസെക്ടിവോറസ് ബ്ലാഡർ വോട്ട്, വീനസ് ഫ്രൈ ട്രാപ്പ്, പിന്നെ പാരസൈറ്റ് വരുന്നതാണ് കസ്ക്യൂട്ട. ചില ഓർഗാനിസംസ് ഒക്കെ ഇങ്ങനെയാണ്. കിങ്ഡം പ്ലാന്റേയിൽ വരുന്നതാണ് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേംസ്. കിങ്ഡം പ്ലാന്റേയിലെ ക്ലാസിഫിക്കേഷൻ ആണ്. അത് നമ്മൾ അടുത്ത ഒരു മൊഡ്യൂൾ ആയിട്ടാണ് പഠിക്കുന്നത്. Kingdom Plantae includes algae, bryophytes, pteridophytes, gymnosperms and angiosperms. Plants in the life cycle രണ്ട് distinct phase ഉണ്ട്. ഒന്ന് ഡിപ്ലോട്ടിക് സ്പോറോഫൈറ്റിക് ഫേസ്, രണ്ട് ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക്. രണ്ട് ഡിസ്റ്റിങ് ഫേസ് അടങ്ങിയതാണ് പ്ലാന്റ്സിന്റെ ലൈഫ് സൈക്കിള്. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ് ആൻഡ് ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക്. സ്പോറോഫൈറ്റിക്കുമാണ് ഗാമറ്റോഫൈറ്റിക് ഫേസും ഉണ്ട്. സ്പോറോഫൈറ്റിക് ഫേസിൽ ഡിപ്ലോയിഡ് ആണ്, ഗാമറ്റോഫൈറ്റിക്കിൽ ഹാപ്ലോയിഡ്. ഈ രണ്ടും ചേർന്നാണ് പ്ലാന്റ്സിന്റെ ഈ രണ്ട് ഫേസും ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിനോമിനെ പറയുന്നതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഈ ലൈഫ് സൈക്കിൾ ഈ ഇത് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് സ്പേസും ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് സ്പേസും ഓൾട്ടർനേറ്റ് ആയിട്ട് വരും. അതിനെയാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ലാസ്റ്റ് കിങ്ഡം ആണ് കിങ്ഡം അനിമേലിയൻ. കിങ്ഡം
അനിമേലിയ. ദേ ആർ മൾട്ടിസെല്ലാർ ഹെറ്ററോട്രോഫിക് യൂക്കാരിയോട്ട്. മൾട്ടിസെല്ലാർ ആയിട്ടുള്ള ഹെറ്ററോട്രോഫിക് യൂക്കാരിയോട്ട്സ് ആണ് കിങ്ഡം അനിമേലിയയിൽ വരുന്നത്. സെൽസ് വിത്തൗട്ട് സെൽ വാൾ ആണ്. നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിൽ സെല്ലുലോ സെൽ വാൾ ആണ്. ആനിമൽസിലാണെങ്കിൽ സെൽ വാൾ ആബ്സെന്റ് ആണ്. ദേ ലാക്ക് ക്ലോറോഫിൽ. ഇതിന് ക്ലോറോഫിൽ ആബ്സെന്റ് ആണ്. ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഹോളോസോയിക് ആണ്. ഇന്റേണൽ ഇതാണ്, ഇന്റർണലൈസേഷൻ ആണ്. ഇൻജെക്ട് ചെയ്തിട്ട് ഇന്റർണലൈസേഷനെ ന്യൂട്രിയേറ്റ് ചെയ്യും. കിങ്ഡം അനിമൽ ഓർഗാനിസത്തിന്റെ റിസർവ് ഫുഡ് ഒന്നെങ്കിൽ ഗ്ലൈക്കോജന്റെ ഫോമിലായിരിക്കും അല്ലെങ്കിൽ ഫാറ്റിന്റെ ഫോമിലായിരിക്കും. കിങ്ഡം അനിമൽ ഓർഗാനിസം എല്ലാം തന്നെ ലോക്കോമോഷൻ കാണപ്പെടുന്നു. ഇതിന് നടക്കാനുള്ള കഴിവ് മീൻസ് മൂവ് ചെയ്യാനുള്ള മൊബിലിറ്റി വരുന്നത് ഇതിന്റെ സെൻസറി ന്യൂറോമോട്ടർ മെക്കാനിസം ഡെവലപ്പ് ആയതുകൊണ്ടാണ്. ലോക്കോമോഷൻ കാണപ്പെടും. മൊബിലിറ്റിക്ക് കാരണം സെൻസറി ന്യൂറോമോട്ടർ മെക്കാനിസം ഡെവലപ്പ് ആയതുകൊണ്ടാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് മെയിൽ ഫീമെയിൽ കോപ്പുലേഷൻ വഴിയാണ്. ഫോളോഡ് ബൈ ഒരു എംബ്രോണിക്കൽ ഡെവലപ്മെന്റ് സാധ്യമാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ മെയിൽ ഫീമെയിൽ കോപ്പുലേഷൻ വഴിയാണ് നടക്കുന്നത്. ഫോളോഡ് ബൈ എ എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത്രയാണ് എക്സ്പ്ലനേഷൻ. കിങ്ഡം മൊണീറെ, കിങ്ഡം പ്രൊട്ടിസ്റ്റെ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. കിങ്ഡം മൊണീറെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത ക്ലാസിഫിക്കേഷൻ പഠിച്ചു. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ പറഞ്ഞു. കിങ്ഡം ഫംഗയിലെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. കിങ്ഡം പ്ലാന്റയിലെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇനി അടുത്തൊരു മൊഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. കിങ്ഡം അനിമേലിയൻ നമുക്ക് അടുത്തൊരു മൊഡ്യൂൾ ആണ്. അതുകൊണ്ടാണ് ചെറിയൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞത്. ഇനി അടുത്തതാണ് അതിന്റെ വരുന്ന ഒരു പോർഷൻ ആണ് വൈറസസ്. എന്താണ് വൈറസസ്? വൈറസസ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഒഴിച്ചു വന്ന ഒരു കാര്യമാണ്. അപ്പം അതും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ് ടു ഡേറ്റ് ആയിട്ട് നോട്ട്സുകളും വീഡിയോ ക്ലാസ്സസും ഓഡിയോ ക്ലിപ്സും വഴി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പ്രൊവീസ് ആപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും അടുത്ത ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി ഈ ചാനൽ പ്രൊവീസ് ആപ്പ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കും ഹെൽപ്ഫുൾ ആകാൻ വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ്.